ഫേഷ്യലിനെ കുറിച്ച് പറയാമോ, ഫേഷ്യൽ ചെയ്യുന്ന രീതിയെ കുറിച്ച് പറയാമോ എന്നല്ല. കെമിക്കൽ ബ്ലീച്ചോ അല്ലെങ്കിൽ എന്താണ് ടാൻ ബ്ലീച്ചോ ഒന്നും കൊടുക്കുന്നില്ല. ഒരു നോർമൽ ഫേഷ്യൽ എന്താണോ അതാണ് കാണിച്ചു തരുന്നത്. സ്പ്രേ ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് നമ്മൾ എടുത്താൽ മതി കേട്ടോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ ഗംഗ. കഴിഞ്ഞ എന്റെ 1-2 വീഡിയോസിൽ ചിലർ വന്ന് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേഷ്യലിനെ കുറിച്ച് പറയാമോ, ഫേഷ്യൽ ചെയ്യുന്ന രീതിയെ കുറിച്ച് പറയാമോ എന്നല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെ പറ്റിയാണ്, ഫേഷ്യലിനെ പറ്റിയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഈ കുട്ടിയുടെ ഫേസിലാണ്. ഈ കുട്ടിയുടെ സ്കിന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പിമ്പിൾസ് ഒന്നുമില്ല, ഒരുപാട് മാർക്സും കാര്യങ്ങളും ഒന്നുമില്ല, നോർമൽ സ്കിന്നാണ്. അലർജിയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഈ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫേഷ്യൽ ഒരു നോർമൽ ഫേഷ്യലാണ്. എന്നും പറഞ്ഞ എന്താണ്, ഒരുപാട് മാർക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ സ്കിൻ ആയതുകൊണ്ടാണ് നോർമൽ ഫേഷ്യൽ തന്നെ എടുത്തത്. പക്ഷെ നല്ല പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നിന് ഒരിക്കലും ഒരു നോർമൽ ഫേഷ്യൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നല്ല പിമ്പിൾസ് ഉണ്ട്, നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ട്, ഈ ഒരു പോർഷനൊക്കെ പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഫേഷ്യൽ വേണം ചെയ്യാൻ. നമുക്ക് ജെൽ ടൈപ്പിനായിട്ട് ഒരുപാട് ഫേഷ്യൽ കിറ്റുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഫേഷ്യൽ കിറ്റുകളുണ്ട്. ഇപ്പൊ നമ്മളത് നോർമൽ വാട്ടറിലാണ് ഫേഷ്യൽ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നോർമൽ വാട്ടർ അല്ല, ഇപ്പം ഹോട്ട് വാട്ടർ വെച്ചിട്ടുള്ള ഫേഷ്യൽസ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട്. പിന്നെ അതല്ലാതെ തന്നെ കൂളിംഗ് വാട്ടർ ആയിട്ടുള്ള, അതായത് നമ്മളിപ്പം ഐസിട്ട വെള്ളം കൊണ്ടുള്ള ഫേഷ്യൽസ് ഉണ്ട്. അപ്പം പല ഫേഷ്യൽസിന് പല പ്രൊസീജിയറാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നോർമൽ ഫേഷ്യലിന്റെ ഒരു കിറ്റാണ്. അപ്പൊ അതിട്ടാണ് ഞാൻ ഈ മോൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ ക്ലെൻസിങ് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് സ്ക്രബിലോട്ടാണ് പോകുന്നത്. ആ ഒരു പ്രൊസീജിയറാണ് കാണിച്ചു തരുന്നത്. യഥാർത്ഥത്തിൽ നല്ല ടാൻ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻ്റെ ബ്ലീച്ച് കൊടുക്കാം. ക്ലെൻസ് കഴിഞ്ഞതിന് ശേഷം ടാൻ ബ്ലീച്ച് കൊടുക്കാം. പിന്നെ ചിലര് കെമിക്കൽ ബ്ലീച്ച് കൊടുക്കുന്നവരുണ്ട്. മന്ത്ലി ചെയ്യുന്ന ഫേഷ്യൽസിന് കെമിക്കൽ ബ്ലീച്ച് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ പെട്ടെന്നൊരു റിസൾട്ട് ഫേഷ്യലിന് കിട്ടും. നമ്മൾ ആഫ്റ്റർ കെയർ ഒക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പറയുന്ന പോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ക്ലെൻസ്, സ്ക്രബ്, മസാജിങ് ക്രീം, പാക്ക് എന്നുള്ള രീതിയിലാണ്. ക്ലെൻസിങ് കഴിഞ്ഞ് സ്ക്രബിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ പാക്കേജിൽ നമുക്ക് വന്നിരിക്കുന്നത് ക്ലെൻസ് സ്ക്രബും കൂടി ചേർന്ന് വരുന്ന ഒരു ക്രീമാണ്. അതായത് ക്ലെൻസ് സ്ക്രബും കൂടി ചേർന്നുള്ളതാണ്. അതാകുമ്പോൾ ഒരൊറ്റ പ്രൊസീജിയർ ആയിട്ട് അങ്ങ് പോയിക്കോളും. ക്ലെൻസ്, സ്ക്രബ്, മസാജിങ് ക്രീം, പാക്ക് എന്നുള്ള രീതിയിലാണ്. ക്ലെൻസ് സ്ക്രബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരുമിച്ചാണ് വരുന്നത്. എല്ലാം ഒരു 3 to 5 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് തികച്ചും വേണ്ട, ഒരു 3 മിനിറ്റ്സ് ഒക്കെ മതിയാവും. എപ്പോഴും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴുത്തിന്റെ അവിടെ നിന്ന് താഴോട്ട് വേണം നമ്മൾ മസാജ് ചെയ്തായാലും ക്ലെൻസിങ് ചെയ്തായാലും സ്ക്രബിങ് ചെയ്തായാലും പോകാനുള്ളത്. ഇവിടെ നിന്ന്, അതായത് നമ്മൾ കവിളിലെത്തുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മുകളിലോട്ടും, കഴുത്തെത്തുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടും വേണം ചെയ്യാൻ. ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മൾ പഠിച്ച രീതിക്ക്, ഞാൻ ഇപ്പോൾ 8 വർഷമായി ഫീൽഡില്, നമ്മൾ പഠിച്ച രീതിക്ക് ആകുമ്പോൾ കഴുത്തിൽ നിന്ന് താഴോട്ടാണ് ആദ്യം നമ്മൾ സ്ട്രോക്സ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ക്രീം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലെൻസിങ് സ്ട്രോക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലെൻസിങ് എത്രത്തോളം നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അങ്ങ് നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഡെയിലി യൂസ് ഒന്നും ചെയ്യാൻ പാടില്ല. ക്ലെൻസിങ് ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 to 4 മിനിറ്റ്സ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ക്ലെൻസിങ് കൊടുക്കാൻ പാടില്ല. നമ്മളുടെ pH ലെവൽ, സ്കിന്നിന്റെ pH ലെവൽ ആയിരിക്കും കുറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലെൻസിങ് കൊടുക്കുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ക്ലെൻസിങ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഇത് ക്ലീനപ്പിൽ വരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ക്ലെൻസ്, സ്ക്രബ്, പാക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ ഫേഷ്യലിൽ വരുമ്പം ക്ലെൻസ്, സ്ക്രബ്, മസാജും കൂടി കാണും. പലയിടങ്ങളിൽ പലതാണ്. ചിലയിടങ്ങളിൽ ക്ലീനപ്പിന് വേണ്ടിയിട്ട് മസാജ് ഉൾപ്പെടുത്തുന്നത്, ജസ്റ്റ് മസാജ് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് പാക്ക് ഒഴിവാക്കിയിട്ട്. അപ്പൊ ഞാൻ പഠിച്ചത്
ക്ലെൻസ്, സ്ക്രബ്, പാക്ക് എന്നുള്ളതാണ് ക്ലീനപ്പിൽ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ക്ലീനപ്പിന്റെ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലർക്ക് നോസിന്റെ അവിടെയൊക്കെ, ലിപ്സിന്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ മാർക്സ് കാണും, അല്ലെങ്കിൽ എന്താണ് അത്രയും ഭാഗം നല്ല ഡാർക്ക് ആയിരിക്കും. അവിടെയൊക്കെ അപ്പൊ നല്ല രീതിയിൽ ക്ലെൻസിങ് കൊടുക്കുക. ക്ലെൻസിങ് കൊടുക്കുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ലേഴ്സിലുള്ള മാക്സിമം അഴുക്കുകളെല്ലാം, നമ്മുടെ ആ ഒരു പൊടിയും അഴുക്കും എല്ലാം നമുക്ക് ക്ലെൻസ് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റും. ഫേസ് വാഷ് വെച്ചതൊന്നും അത്രയും ഡീപ്പായിട്ട് പറ്റത്തില്ല. പക്ഷെ ക്ലെൻസിങ് ഉപയോഗിച്ച് നമുക്ക് ഫേസിലെ അഴുക്കുകളെല്ലാം, പൊടിയും അഴുക്കും എല്ലാം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ സ്ക്രബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീം കൊടുത്തു. സ്റ്റീം കൊടുത്തതിന് ശേഷം ആൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പിമ്പിൾസോ അല്ലെങ്കിൽ ഫോർഹെഡിൽ വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ലിപ്പ് ഏരിയയിൽ വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ്, നമ്മൾ സ്റ്റീം കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റിമൂവ് ആയി വരും കേട്ടോ. അപ്പൊ അത് നമുക്ക് എടുക്കാം. ഞാൻ ഒരുപാട് എന്താണ് പ്രസ് ചെയ്തൊന്നും എടുക്കുന്നില്ല, കാരണം മാർക്സ് വീട് കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് നമ്മൾ പ്രസ് ചെയ്തൊന്നും നമ്മൾ എടുക്കാറില്ല. ജസ്റ്റ് വരുന്നതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ അത് ഭയങ്കര മാർക്ക് വീഴും, റെഡ് ആവും. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാടില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും യൂസ് ചെയ്യാത്തത്. ഒരുപാടുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്സുകളൊക്കെ വീഴും എന്നുള്ളവർക്ക് നമുക്ക് ആ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഇത് കണ്ടിട്ട് ആരും വീടുകളിൽ നിന്ന് ഇത് ചെയ്യാൻ നിൽക്കരുത്, ഇത് മാത്രമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ദയവേത് അങ്ങനത്തെ ഒന്നും ചെയ്യരുത് കേട്ടോ. കഴിവതും നിങ്ങളൊരു കൺസൾട്ടിങ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ഫേഷ്യൽ ചെയ്യുക, അല്ലാതെ ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. മസാജിങ്ങിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ നമുക്ക് മസാജ് ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, മസാജ് ചെയ്യുന്നതിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ മസാജ് കൊടുക്കും. ആ ഒരു മസാജ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ നമുക്ക് തന്നെ ഒരു കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫേഷ്യൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മസാജാണ് മെയിൻ. അപ്പൊ മസാജിങ്ങിന്റെ സ്റ്റെപ്സ് മെയിൻ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മസാജ് ചെയ്യുക. അതല്ല നമ്മളിപ്പം റോങ് ആയിട്ടാണ് മസാജ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് പെയിൻ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. മസാജ് അറിയോടാതെ നമ്മളിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് സൈഡ് എഫക്റ്റേ തരത്തുള്ളൂ. കാരണം പ്രഷർ കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് പെയിൻ വരും. വെയിന് മാറി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് പെയിൻ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. യഥാർത്ഥത്തിൽ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സും നമ്മളൊന്ന് റിലാക്സ് ആവാനും ഒക്കെയാണല്ലോ. അപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്ത് എന്താണ് തലവേദന വരെയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മസാജൊക്കെ നന്നായിട്ടൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ബ്യൂട്ടീഷ്യനായിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആ ലെവൽ മനസ്സിലാകും. എപ്പോഴും നമ്മൾ കവളിൻ്റെ അവിടെയൊക്കെ വരുമ്പം അപ്വേഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഡൗൺ വേഡ് കൊടുക്കാൻ പാടില്ല. അതാ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ കവളിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ അപ്വേഡാണ് കൊടുക്കാനുള്ളത്. പ്രൊഫഷണലായിട്ട് ഫേഷ്യൽ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും പ്രഷർ പോയിൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്കിതിൽ അത് ഫുൾ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്, കാരണം ഒരുപാട് ലോങ് വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മറ്റ് ചില ഫേഷ്യൽസിനല്ല ഇപ്പോൾ മസാജിങ്ങിൻ്റെ ടൈമിൽ ഇക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നവയുണ്ട്. ഇപ്പോൾ ഗാൽവാനിക് ആണെങ്കിലും അല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതുണ്ട്. അപ്പം അതൊന്നും ഇതിൽ ആഡായി വരാത്തത് ഇതൊരു നോർമൽ ഫേഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ മസാജിങ് ചെയ്യുന്ന ടൈമിലൊക്കെ കൂടുതലും വെള്ളം യൂസ് ചെയ്യാതെയാണ്, മസാജിങ് ക്രീം മാത്രം യൂസ് ചെയ്യും. അഥവാ നല്ല ഡ്രൈ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യും. പിന്നെ ടോണർ എല്ലാ സ്കിന്നുകാർക്കും ചേരത്തില്ല. ഈ പറഞ്ഞ പോലെ നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോണറിൻ്റെ ഉപയോഗം വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ചില ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ക്രീം ഒരുപാട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നതായിട്ട്, കൈവച്ച് വെള്ളം നനയ്ക്കുന്നതായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. കാരണം നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്ന കണക്ക് ഒരു മായം കാണിക്കുന്ന കണക്കായിപ്പോൾ. അതുകൊണ്ട് ഞാൻ മാക്സിമം ടോണറെ യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ക്രീം, അല്ലാതെ ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല.
പിന്നെ ചില പ്രോഡക്ട്സിനൊക്കെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ജെൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ജ്യൂസ് ചേർത്ത് ചെയ്യുന്നതും നല്ല റിസൾട്ടായിരിക്കും. പക്ഷേ എല്ലാ ടൈപ്പ് ഫേഷ്യൽ കിറ്റ്സിലും അങ്ങനെ വരാറില്ല. ചില ടൈപ്പ് ഫേഷ്യൽ കിറ്റ്സിന് മാത്രമേ വരാറുള്ളൂ. പിന്നെ ചില സ്കിന്നും നിങ്ങൾ നോക്കണം. പിമ്പിൾസാണ് മെയിനായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നമ്മൾ പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കാനും പാടില്ല. അത് കഴിഞ്ഞ് മസാജ് കഴിഞ്ഞതിന് ശേഷം പാക്ക് കൊടുക്കുക. ഞാനിപ്പോൾ മസാജിങ് ക്രീം തുടച്ച് കളയാതെയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരു കിറ്റിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. പല കിറ്റ് വരുമ്പോഴും പല മെത്തേഡാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചൂടുവെള്ളം വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ഫേഷ്യൽ കിറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ച് ചെയ്യുന്ന ഫേഷ്യൽ കിറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ മസ്റ്റായിട്ടും ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ഇടുക തന്നെ വേണം. ശേഷം നമ്മൾ ചെവിയൊന്നും നമ്മൾ വിടാനേ പാടില്ല. ക്ലെൻസ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലായ്പ്പോഴും ചെവിയൊന്നും വിടാനേ പാടില്ല. എന്നിട്ട് പാക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 15 മിനിറ്റോളം വേണ്ടി വരും. ആ ഒരു ടൈം വെയിറ്റിംഗ് ടൈമായിട്ട് കൊടുക്കുക. കണ്ണിൻ്റെ ആ സൈഡിൽ ചിലർ കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ കണ്ണിൻ്റെ സൈഡുകളിലൊന്നും ഈ ഒരു സൈഡിലൊന്നും കൊടുക്കുന്നില്ല. അവിടെ പകരം ഞാൻ കോട്ടണാണ് വയ്ക്കുന്നത്. ടോണറിൽ മുക്കി കോട്ടണാണ് വയ്ക്കുന്നത്. അങ്ങനെ നന്നായിട്ട് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് ഇതിനെ വൈപ്പ് ചെയ്യണം. സ്പ്രേ ചെയ്ത് വെള്ളം സ്പ്രേ ചെയ്ത് നമ്മൾ എടുത്താൽ മതി കേട്ടോ. പാക്ക് എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺക്രീം പുറത്തോട്ട് പോകണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ സൺക്രീം മസ്റ്റാണ്. ആഫ്റ്റർ കെയർ ആയിട്ട് സൺക്രീം നമ്മൾ പറയാറുണ്ട്. ടാൻ ഒട്ടും അടിക്കാൻ പാടില്ല. 24 മണിക്കൂറൊക്കെ നമ്മൾ എന്താണ് സോപ്പ്, ഫേസ് വാഷ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കഴുകി ഒഴിവാക്കാൻ പറയും. പ്ലെയിൻ വാട്ടർ വെച്ച് തന്നെ വാഷ് ചെയ്യാൻ പറയാറുണ്ട്. അതൊക്കെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിതിൽ ബ്ലീച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പ്ലെയിനായിട്ട് ഫേഷ്യൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ടാൻ്റെ ബ്ലീച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല. കാരണം വേറൊരു ഫേഷ്യലിൽ അല്ലെങ്കിൽ വേറൊരു വ്ലോഗിൽ ഞാൻ ടാൻ ഫേഷ്യലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഫേഷ്യൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കിന്നിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓയിലി അല്ല ഡ്രൈയും അല്ലാത്തൊരു സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. കഴിവതും സലൂണിൽ പോയി തന്നെ സർവീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. നമുക്ക് ചേരുന്ന സ്കിൻ ടൈപ്പിന് ചേരുന്ന ഫേഷ്യൽ എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ, സീ യു.